ഹലോ എവ്രി വൺ വെൽക്കം ടു വേദാന്തു മലയാളം ചാനൽ. എല്ലാവർക്കും വേദാന്തു മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ലെറിൻ ഡേസിയ ഫിസിക്സ് മാസ്റ്റർ ടീച്ചർ. അപ്പോൾ മക്കളെ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നീറ്റ് 2024 പ്രതീക്ഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എഴുതാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. സോ ആ പ്രിപ്പറേഷൻ ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തവണത്തെ നീറ്റ് എക്സാം ടഫ് ആകുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത്. സോ ഇതുവരെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് ഇപ്പൊ തന്നെ ഇരിക്കുക കേട്ടോ. ആൻഡ് ഓൾസോ ഗൈസ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ കൂടെ നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അവർക്കൊക്കെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ നമുക്ക് വേഗം തന്നെ പെട്ടെന്ന് തന്നെ ടോപ്പിക്കിലോട്ട് പോകാം. സോ യെസ്, അപ്പൊ നമുക്കറിയാം നമ്മുടെ മെയ് 5-നാണ് നമ്മുടെ എക്സാം വരുന്നത് അല്ലെ, നമ്മുടെ എന്താ പറയുക നീറ്റ് എക്സാം വരുന്നത്. നീറ്റ് 2024 വരാൻ പോകുന്നത്. സോ ഇനി നമുക്ക് എണ്ണിക്കഴിഞ്ഞാൽ വളരെ നിസ്സാര ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അല്ലെ, അങ്ങനെ 4 മാസങ്ങളാണ് ഇനി നമുക്ക് ഇനി ഉള്ളത്. സോ ഡെഫിനറ്റ്ലി നമ്മുടെ കൗണ്ട് ഡൗൺ എന്ന് പറയുന്നത് ഇന്ന് മുതൽ തന്നെ നമ്മൾ തുടങ്ങണം. കാരണം ഇനിയും സമയമുണ്ടല്ലോ എന്ന് വിചാരിക്കാനില്ല. കാരണം നിങ്ങൾക്ക് അറിയാലോ, എത്രയോ സാധനങ്ങൾ നമ്മുടെ തലയിൽ കുത്തിക്കേറ്റി വെക്കണം അല്ലെ, എത്രയോ ചാപ്റ്റേഴ്സ് പഠിക്കണം, എത്രയോ ഇക്വേഷൻസ് പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കുറെ പഠിക്കാനുണ്ട്. സോ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണോടാ, യെസ്, തീർച്ചയായിട്ടും നിങ്ങൾ എന്താ പറയാ, യെസ്, നിങ്ങൾ ഇന്ന് മുതൽ ഒരു പ്രോപ്പർ ടൈം ടേബിൾ എടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഓൾസോ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഞാൻ പാസ് ചെയ്യുവാണ്. നമുക്കറിയാം ഓരോ വർഷവും നമ്പർ ഓഫ് സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ അല്ലെ, ഓരോ വർഷവും ഭയങ്കരമായിട്ടുള്ള ഒരു പീക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഈ വർഷം, കഴിഞ്ഞ വർഷമാണെങ്കിൽ ഏറെക്കുറെ ഒരു 18-20 ലക്ഷത്തോളം സ്റ്റുഡൻസ്. സോ തീർച്ചയായിട്ടും ഈ വർഷവും നമ്മൾ ഒരു 20 lakhs above സ്റ്റുഡൻസ് ഈ ഒരു എക്സാം എഴുതാനായിട്ട് സാധ്യതയുണ്ട്. അഫ്കോഴ്സ് അത് നമുക്ക് എന്താ പറയുക, നമുക്കൊരു ഭീഷണിയാണോ എന്ന് ചോദിച്ചാൽ ഒരു ഭീഷണി തന്നെയാണ്. കാരണം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കാം, നിങ്ങൾക്ക് ഇപ്പം ഒരു 680 മാർക്ക് കിട്ടി. ആ 680 മാർക്ക് ഒരു 1000 പേരാണ് എക്സാം എഴുതിയെങ്കിൽ ചിലപ്പോൾ ഒരു 680 മാർക്ക് കിട്ടുന്നത് 1-2 പേർക്കായിരിക്കും. ഒരു 10,000 പേരാകുമ്പോൾ തീർച്ചയായിട്ടും അതേ മാർക്ക് കിട്ടുന്ന 3-4 പേരുണ്ടായിരിക്കും. 1,00,000 പേരാണെന്നുണ്ടെങ്കിൽ ഒരു 30-40 പേരുണ്ടായിരിക്കും. 10 ലക്ഷം ആകുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ വരും. സോ ഒരേ മാർക്കിൽ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് വരും. അതായത് നിങ്ങളുടെ റാങ്ക് ഒരുപാട് താഴെ പോകും. അതായത് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു മാർക്കിന് ആ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും ഈ വർഷത്തിലോട്ട് വരുമ്പോഴോ അതേ മാർക്കിന് ആ കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്നില്ല. കാരണം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ റാങ്ക് ഒരു പരിധി വരെ എന്തായിരിക്കും, കുറവായിരിക്കും. സോ നിങ്ങൾ മാർക്ക് ടാർഗറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇന്ന കോളേജിലാണ് പോകേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം അവിടെ 680 ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് എപ്പോഴും എന്തായിരിക്കണം, 700 ആയിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ് എപ്പോഴും. അല്ലെങ്കിൽ നിങ്ങൾ പലയിടത്തും വീണു പോകും മക്കളെ. എപ്പോഴും ടാർഗറ്റ് കുറച്ച് ഹൈ ലെവലിൽ വെക്കുക. എങ്കിൽ മാത്രമാണ് നമുക്ക് എന്താ പറയുക, നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നതിന്റെ, ഓക്കെ, നമ്മൾ പറയുന്ന കുന്നോളം ആഗ്രഹിച്ചാലേ കുരുന്നോളം കിട്ടത്തുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ അത്രയും ആഗ്രഹിച്ച് അത്രയും പഠിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് വിചാരിച്ച മാർക്കിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ റിയൽ ടാർഗറ്റിലോട്ട് എത്താൻ പറ്റുള്ളൂ. സോ എപ്പോഴും എക്സ്പെക്ടേഷൻ എന്തായിരിക്കണം, 700 above എന്നായിരിക്കണം. സോ നിങ്ങൾ ഓരോരുത്തർക്കും ഇപ്പൊ തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും, ഏത് കോളേജിൽ പോകണം, ഏത് 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 എന്താ പറയുക, ഏത് ജില്ലയിൽ പോകണം, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം അവിടുത്തെ കഴിഞ്ഞ വർഷം എത്ര റാങ്ക് വന്നിട്ടുണ്ട്, എത്ര മാർക്ക് വന്നിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എന്തായിരിക്കണം, ആ ടാർഗറ്റ് അനുസരിച്ചിട്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് എയിംസ് ഡൽഹിയിൽ പഠിക്കണം എന്നാൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക, നമ്മുടെ കേരളത്തിലെ പ്രൈവറ്റ് കോളേജിൽ പോലും കിട്ടാത്ത രീതിയിലാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് പോകുന്നെങ്കിൽ കാര്യമില്ല. എയിംസ് ഡൽഹിയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ വേണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ എക്സാം കുറച്ചും കൂടെ ടൈറ്റ് ആയിരിക്കും. ഓക്കെ, സോ യെസ്, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ സിലബസ് റെഡ്യൂസ് ആയി അല്ലെ. ഇപ്പൊ നമുക്ക് ഫിസിക്സിലൊന്നും കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും, ഓക്കെ, ഒഴിവാക്കി എന്ന് പറഞ്ഞാലും അത് ഇൻഡയറക്ട്ലി ഒഴിവാക്കിയിട്ടില്ല ഓഫ്കോഴ്സ്. സോ പക്ഷെ നമുക്കറിയാം കെമിസ്ട്രിയിലൊക്കെ മേജർ ആയിട്ടുള്ള ഒരുപാട് ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. സിലബസ് റെഡ്യൂസ് ആയി. സിലബസ് റെഡ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നമുക്ക് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട് അല്ലെ, നമുക്കൊരു 10 ചാപ്റ്റർ പഠിക്കാനുണ്ട്. 10 ചാപ്റ്ററിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്താ പറയാ, പെട്ടെന്ന് കണ്ടിപ്പെടുന്ന 10 ചോദ്യം എടുക്കാം അല്ലെ. പക്ഷെ അതേസമയം നമുക്ക് ഈ 10 ചാപ്റ്ററിന് പകരം ഒറ്റ ചാപ്റ്ററേ ഉള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും എന്തായിരിക്കും, ആ ഒറ്റ ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും കുറച്ച് ഇമ്പോർട്ടൻസ് കുറഞ്ഞതും പ്രീവിയസ് ഇയറിൽ ചോദിക്കാത്തതുമായിട്ടുള്ള ചോദ്യങ്ങളിലോട്ടുള്ള ഒരു ചായ്വ് കൂടുതൽ വരും. സോ കെമിസ്ട്രിയിൽ നമുക്ക് അത്തരം ട്വിസ്റ്റുകൾ ഈ വർഷം പ്രതീക്ഷിക്കാം. അതായത് അത്യാവശ്യം നല്ല രീതിയിൽ ഡെപ്തിൽ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ പ്രാവശ്യം നല്ല റാങ്ക് കിട്ടുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആയിരിക്കും. ഇനി നമ്പർ ഓഫ് എക്സ്പെക്ടഡ് സ്റ്റുഡൻസ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു നല്ലപോലെ ഉണ്ട്. ആൻഡ് ഓൾസോ ഓരോ വർഷവും
അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടി വരുവാണ്. അസേർഷൻ റീസൺ ഇപ്പോഴും കുട്ടികളിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ പറയാ ഈ പ്രാവശ്യത്തെ എക്സാമിനും ഇതേപോലെ തന്നെ ഫിസിക്സിലും കെമിസ്ട്രിയിലും പ്രത്യേകിച്ച് അസേർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടുതൽ പ്രതീക്ഷിക്കാം. ദാറ്റ് മീൻസ് നമ്മുടെ എന്താ പറയാ നമ്മുടെ ഈ ഒരു എക്സാം കുറച്ചും കൂടെ ടൈറ്റ് ആവാൻ പോവുകയാണ് എന്നുള്ളൊരു ഇൻഡിക്കേഷനും കൂടെ ഉണ്ട്. സോ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടുമ്പോൾ കോമ്പറ്റീഷൻ കൂടും. സോ ആ കോമ്പറ്റീഷൻ കുറച്ചും കൂടെ ബലപ്പെടുത്താനായിട്ട് എന്ത് ചെയ്യും, കുറച്ച് ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യൻസിന്റെ നമ്പർ കൂടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ കഴിഞ്ഞ വർഷത്തെ റാങ്ക് വെച്ചിട്ടും മാർക്ക് വെച്ചിട്ടും നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാതെ ഈ വർഷം കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിലും കോമ്പറ്റീഷൻ കൂടുതലാണ്, കുറച്ച് ഉയർന്ന മാർക്ക് കിട്ടിയാൽ മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നിടത്ത് എനിക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു റിയലൈസേഷനിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു ജേർണിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അതിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യമാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ സെഷനിലും വീക്ക് ക്വിസുകൾ അവൈലബിൾ ആണ്. സോ ആ വീക്ക് ക്വിസിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. സോ നീറ്റ് ബേസ്ഡ് ആയിട്ടും ബോർഡ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റൻസ് ആ വീക്ക് ക്വിസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ആൻഡ് ഓൾസോ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇതുവരെയും നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ചാനൽ നിങ്ങൾ മറ്റുള്ളവരിലോട്ട് എത്തിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എത്തിക്കുക. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നീറ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അറിയേണ്ടത് അതൊക്കെയും നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ലൈക്ക് ഫോർ ഹൈ വെയിറ്റേജ് ടോപ്പിക്സ്, അതേപോലെ തന്നെ രജിസ്ട്രേഷൻ പ്രോസസ്സ്, ഡോക്യുമെന്റ്സ്, ഇതൊക്കെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, യെസ് ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. താങ്ക് യു സോ മച്ച്.